ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ TB സ്ക്രീനിങ് ഫോർ ILA പേഷ്യൻസ് എന്നുള്ളതാണ്. ILA എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൻഫെക്ഷൻസ്, അതായത് H1N1 പോലെയുള്ള ഇൻഫ്ലുവൻസ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉള്ളവരെല്ലാം നമ്മൾ ചേർത്തിട്ട് ILA പേഷ്യൻസ് എന്നാണ് പറയുന്നത്. അവരിലുള്ള TB സ്ക്രീനിങ് ആണ് പറയുന്നത്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കോവിഡ് TB ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് പോലെ തന്നെയാണിതും. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും നമുക്ക് ILA പേഷ്യൻസിന് ഈ 4 സിംറ്റം കോംപ്ലക്സ്, അതായത് വെയിറ്റ് ലോസ്, തുടർച്ചയായ ചുമ, 2 ആഴ്ചയിൽ കൂടുതലുള്ള ചുമ, നൈറ്റ് സ്വെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് 4 സിംറ്റം കോംപ്ലക്സ്. അത്രയും സിംറ്റംസ് ഉള്ളവരെയാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. ILA പേഷ്യൻസിൽ ഇത്രയും സിംറ്റംസ് ഉള്ളവരാണ് സ്ക്രീൻ ചെയ്യുന്നത്. അതുകൂടാതെ അതിനകത്ത് ഒരു ചെറിയൊരു ക്രൈറ്റീരിയ കൂടെ പറയുന്നുണ്ട്. 4 സിംറ്റം കോംപ്ലക്സ് അല്ലാതെ 10 ദിവസത്തിൽ കൂടുതൽ ILAയുടെ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് ILAയുടെ സിംറ്റംസ് 10 ദിവസത്തിൽ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ TBക്ക് വേണ്ടി സ്ക്രീൻ ചെയ്യാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ മറ്റേ കേസുകൾ പറഞ്ഞ പോലെ ILA കേസസിനെല്ലാം കൂടെ നമ്മൾ TBക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യും. അതുപോലെ തന്നെ കോവിഡ് ടെസ്റ്റുകളും ചെയ്യും. TB ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ എന്തൊക്കെയാണ് സ്ക്രീനിങ്ങിന് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ? ചെസ്റ്റ് എക്സ്റേ എടുക്കും, പിന്നെ നാറ്റ് ചെയ്യും. എന്നിട്ട് ഡയഗ്നോസ് ചെയ്ത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ TB ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കോവിഡ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കോവിഡിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതാണ് TB സ്ക്രീനിങ് ഫോർ ILA പേഷ്യൻസിൻ്റെ ഒരു രത്ന ചുരുക്കം. ഇതിൻ്റെ സിലബസിലെ അടുത്ത പോർഷൻ എന്ന് പറയുമ്പോൾ TB സ്ക്രീനിങ് ഫോർ സാരി പേഷ്യൻസ് എന്നുള്ളതാണ്. സാരി എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. ഈ അസുഖം ഉള്ള ആളുകളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ സ്ക്രീൻ ചെയ്യും TBക്കും കോവിഡിനും വേണ്ടിയിട്ട്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഈ 4 സിംറ്റം കോംപ്ലക്സ് ഉള്ള സാരി പേഷ്യൻസിന്. അപ്പോൾ ഈ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്ക്രീൻ ചെയ്യും. ആ സ്ക്രീനിങ് നടക്കുന്നത് ILA പേഷ്യൻസിന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ്. കോവിഡ് ടെസ്റ്റും ചെയ്യും, TBയുടെ ടെസ്റ്റുകളും ചെയ്യും. അതായത് ചെസ്റ്റ് എക്സ്റേ എടുക്കും, നാറ്റ് ചെയ്യും, പിന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ഇതിലേതെങ്കിലും പോസിറ്റീവ് ആവുകയാണെങ്കിൽ, അതായത് TB പോസിറ്റീവ് ആവുകയാണെങ്കിൽ TBയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ കോവിഡ് ട്രീറ്റ്മെൻറ്റും ചെയ്യും. ഇതാണ് സിമ്പിളായിട്ടുള്ളതാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് പോയിന്റ്സ് ടു റിമെമ്പർ ഇൻ ഡയഗ്നോസ്റ്റിക് അൽഗോരിതം എന്നാളാണ്. അതിൽ മെയിനായിട്ടൊന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിലും ഇപ്പോൾ പറഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ മെയിൻ കാര്യങ്ങളൊന്ന് പറയുകയാണ്. അതായത് TB കോവിഡ് ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ്ങിൻ്റെ ആവശ്യകത ആണ് അതിൽ പറയുന്നത്. പിന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ഓൾ പ്രിസംറ്റീവ് ILA ആൻഡ് സാരി കോവിഡ് കേസസ്, ഇൻ്റഗ്രേറ്റഡ് TB കോവിഡ് കേസസ് ഇൻ കോവിഡ് സോൺസ്. കോവിഡ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ TB കോവിഡ്, ഇത് ശരിക്കും പറഞ്ഞാൽ കോവിഡ് സമയത്താണ് ഇതിൻ്റെ പ്രാധാന്യം കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത്ര വലിയ രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നില്ല. ഇപ്പം അധികം കോവിഡ് കേസുകളൊന്നും ഇല്ലല്ലോ. പിന്നെ റീസോഴ്സ് ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി, പിന്നെ കോവിഡ് കെയർ സെൻ്ററുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സംശയങ്ങളോ ഉള്ളവരെ റെഫർ ചെയ്യാനുള്ളൊരു പാക്കേജ്, പിന്നെ ഇൻട്രൊഡ്യൂസ് ലങ് ഹെൽത്ത് കൺസെപ്റ്റ് പ്രൊവൈഡിങ് ഡയഗ്നോസ്റ്റിക് സർവീസസ് ഫോർ ഓൾ പ്രയോറിറ്റി അക്യൂട്ട് ഓർ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസുകളോ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസുകളോ ഉള്ളവരെ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലക്ഷ്യം കൂടി നമ്മളിതിൽ ഈ അൽഗോരിതത്തിൽ, ഡയഗ്നോസ്റ്റിക് അൽഗോരിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പോയിന്റ്സ് റിമെമ്പർ ഇൻ കേസ് ഫൈൻഡിങ് ആണ്. കേസ് ഫൈൻഡിങ്, എന്ത് തരം കേസ് ഫൈൻഡിങ് ആണ് ഇങ്ങനെ ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ്ങിൽ ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് ആണ് ചെയ്യുന്നത്. മറ്റ് 2 തരം കേസ് ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? ആക്റ്റീവ് കേസ് ഫൈൻഡിങ് ഉണ്ട്, പാസീവ് കേസ് ഫൈൻഡിങ് ഉണ്ട്. ആക്റ്റീവ് കേസ് ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകരെ മുന്നിട്ടിറങ്ങി കേസുകൾ കണ്ടെത്തുന്ന രീതി. പാസീവ് എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ഡയറക്റ്റ് നമ്മളോട് വന്ന് പറയുന്നു ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഡയഗ്നോസിസ് നടക്കുന്നു. ഇൻറ്റൻസിഫൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക പോപ്പുലേഷനിൽ നമ്മൾ തന്നെ ആരോഗ്യ പ്രവർത്തകർ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്യുന്നതാണ് ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ്. നമ്മളിവിടെ 4 സിംറ്റം കോംപ്ലക്സ് ഉള്ളവരെയാണല്ലോ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ്ങിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് ഫോർ TB ആൻഡ് കോവിഡ് ഇൻ പ്രയോറിറ്റി OPD. OPD എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്തിൻ്റെയൊക്കെ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്? ചെസ്റ്റ്, മെഡിസിൻ, HIV, NCD. NCD എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ OPD. അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ സ്ക്രീൻ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഉള്ളത് എല്ലാ പ്രിസംറ്റീവ് കേസുകളിലും നമ്മൾ നാറ്റും സ്മിയർ മൈക്രോസ്കോപ്പിയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് എഫക്റ്റീവ് സാമ്പിൾ കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. സാമ്പിൾ എത്ര നല്ല സാമ്പിളായാലും അത് കളക്ട് ചെയ്ത്
ട്രാൻസ്പോർട്ട് വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ടുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊരു എഫക്റ്റീവ് സാമ്പിൾ കളക്ഷൻ്റെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. പിന്നെ ഹോം സാമ്പിൾ കളക്ഷൻ ഇൻ റെഡ് സോൺസ്, അത് കോവിഡ് സമയത്തുണ്ടായിരുന്നതാണ്. റെഡ് സോൺസിലും കണ്ടെയ്ൻമെൻറ്റ് സോൺസിലൊക്കെ വീട്ടിൽ പോയിട്ട് ക്യാമ്പയിൻ അല്ലെങ്കിൽ സാമ്പിൾ കളക്ഷനൊക്കെ നടത്തുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ കോണ്ടാക്ട് ട്രേസിങ് ഫോർ ക്ലോസ് ഹൗസ് ഹോൾഡ്സ്, മാത്രമല്ല വർക്ക് പ്ലേസ്, അവിടെയൊക്കെയുള്ള TB പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ ക്ലോസ് കോണ്ടാക്റ്റുകളെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ്. പിന്നെ സ്പെഷ്യൽ സ്ട്രാറ്റജി ഫോർ അർബൻ സ്ലംസ്. അർബൻ സ്ലംസ് എന്ന് പറയുമ്പോൾ ഒരു കീ പോപ്പുലേഷനാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ മൈഗ്രൻ്റ് സ്ട്രാറ്റജി, മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടെ താമസിക്കുന്നവർക്കുള്ള അവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കേസ് ഫൈൻഡിങ് നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അടുത്തത് പോയിന്റ്സ് റിമെമ്പർ ഇൻ ട്രീറ്റ്മെൻറ്റ് സർവീസസ് എന്നുള്ളതാണ്. അത് മോഡിഫൈഡ് ഡോട്ട് മോഡാലിറ്റീസ് ഉള്ളത്. മോഡിഫൈഡ് ഡോട്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്രഗ്സ് ചിലപ്പോൾ മോഡിഫൈ ചെയ്യും. ചില എന്തെങ്കിലും കേസുകൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രഗ്സ് മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് മോഡിഫൈഡ് ഡോട്ട്സ്. പിന്നെ പ്രൊവൈഡ് അറ്റ്ലീസ്റ്റ് മന്ത്ലി സപ്ലൈ ഓഫ് ഡ്രഗ്സ് വിത്ത് ദി ഓപ്ഷൻ ഓഫ് ഹോം ഡെലിവറി, TB ഡ്രഗ്സ് വീട്ടിൽ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ഐസൊലേഷൻ ഫെസിലിറ്റി ഫോർ ഇൻഫെക്ഷൻസ് ലൈക്ക് ഡ്രഗ് സെൻസിറ്റീവ് TB, ഡ്രഗ് റെസിസ്റ്റൻ്റ് TB പേഷ്യൻസ്. അപ്പോൾ എന്തെങ്കിലും സാധാരണ നമ്മൾ വീട്ടിൽ തന്നെയാണ് DSTB ആയാലും DRTB ആയാലും ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചില പ്രത്യേക അവസരങ്ങളിൽ ഐസൊലേഷൻ വേണ്ടവർക്ക് അത് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഓഫ് അതർ പ്രയോറിറ്റി അക്യൂട്ട് ക്രോണിക് റെസ്പിറേറ്ററി ഇൽനെസ് തുടങ്ങിയവയാണ് പ്രത്യേകിച്ചുള്ള പോയിന്റ്സ് ടു റിമെമ്പർ ഇൻ ട്രീറ്റ്മെൻറ്റ് സർവീസസ്. അപ്പോൾ ഇതോടുകൂടി ആ പോർഷൻ തീർന്നു. നമ്മൾ ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ്ങിൻ്റെ എല്ലാ പോർഷനും തീർന്നു. അപ്പോൾ TB, കോവിഡ്, ബൈ ഡയറക്ഷൻ നമ്മൾ പഠിച്ചു. ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് ഫോർ ILA പേഷ്യൻസ് പഠിച്ചു. ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് ഫോർ സാരി പേഷ്യൻസ് പഠിച്ചു. പിന്നെ ഈ പറയുന്ന പോലെ പോയിന്റ്സ് റിമെമ്പറും പഠിച്ചു. ഇത്രയാണ് മെയിനായിട്ട്. ഇതിൽ നിന്ന് വലിയ ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല. എങ്കിലും സിലബസിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഈ പോർഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഈ വീഡിയോകൾ കണ്ടിട്ട് അതിനകത്തുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ഫയൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.